ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ഹിസ്റ്ററി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആ കുട്ടി ആളുകൾ ഫേസ് ചെയ്യുന്നിടത്ത് ഒരു പ്രയാസം നേരിടുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒന്ന് ആ കുട്ടിയോട് പറയുമ്പോഴേക്കും അവന് തളർന്നു പോവുകയാണ്, പെട്ടെന്ന് കരിയും, ഒന്നും അവന് പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളം സപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് നിലത്ത് വീഴുന്നു. അതോടുകൂടി ആ വീട്ടുകാരൻ ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അവൻ നേരെ പിതാവിനോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഗൾഫിലേക്ക് പോകാം. എന്തായിരിക്കും ഈ കുട്ടിയുടെ പ്രശ്നമെന്ന് അറിയുമോ? മറ്റൊന്നുമല്ല, ഇവൻ ഗൾഫിൽ പ്രവാസ ലോകത്ത് ഫാമിലി സെറ്റിലായിട്ട് താമസിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു മേഖലകൾ ഗൾഫിൽ താമസിക്കുന്ന ഫാമിലികൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നത്. ചിലപ്പോൾ ഭർത്താവിൻ്റെ ജോലിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തോടു കൂടെ കഴിയാൻ വേണ്ടി നാട്ടിൽ നിന്നും ഫാമിലിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകും. അവിടെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വളർച്ച ചിലപ്പോൾ ജനിക്കുന്നത് അവിടെയായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജനിച്ച ശേഷം അവിടെ സ്കൂളുകളിൽ അവിടെ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാകുക. സ്കൂൾ വിട്ടു വന്നാലും പോകുമ്പോഴും എല്ലാം കഴിഞ്ഞാൽ ആ കുട്ടി കൂടുതൽ സമയം വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നു. ഫ്ലാറ്റുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരം ഉണ്ടാവില്ല, ചിലപ്പോൾ അപരിചിതരായ ആളുകളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ മാതാവും ഈ കുഞ്ഞും മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുക. ചിലപ്പോൾ മാതാവ് ജോലിക്ക് പോകുന്നതായിരിക്കും, കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ആകുന്ന 6 വയസ്സ് അല്ലെ 10 വയസ്സിൻ്റെ ഇടയിൽ ഈ കുട്ടിക്ക് ലഭിക്കേണ്ട പലതും ലഭിക്കാതെ പോകുന്നു. ചിലപ്പോൾ ആ കുട്ടിക്ക് ആളുകളോട് ഇടപെടേണ്ട സംസാരം കിട്ടാത്തത് കൊണ്ടോ, പുറത്തിറങ്ങി കളിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടോ, മറ്റു കുട്ടികളുമായി മിങ്കിൾ ചെയ്ത് കളിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടോ, ഓടാനും ചാടാനും മറിയാനും പിടിച്ചു കയറാനും ഒക്കെ അവസരം ലഭിക്കാത്തത് കൊണ്ടോ, 6 വയസ്സിൻ്റെ ഉള്ളിൽ പ്രത്യേകം ലഭിക്കേണ്ട സ്കില്ലുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവൻ വലുതാകുമ്പോൾ, ഒരു 10, 15, 20, 18 വയസ്സാകുമ്പോൾ അവനിൽ സംഭവിക്കുന്ന പ്രതികൂലമായ സാഹചര്യം ഒന്ന്, ആളുകളെ ഫേസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ താഴോട്ട് പോകുന്നു. അതുമല്ലെങ്കിൽ അവൻ്റെ ഫിംഗറുകൾക്ക് എഴുതുമ്പോൾ ഫിംഗറുകൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആകുന്നു. തുടങ്ങിയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, സ്പീച്ച് ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ അവൻ നേരിടേണ്ടി വരുന്നു. ഇത്തരം ഡെവലപ്മെൻറ്റ് നടക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവൻ നേരിടുകയാണ്. ഫാമിലി, ഗൾഫ് പ്രവാസ ലോകത്ത് താമസിക്കുന്ന ഫാമിലികൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ കുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ, അവർക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മണ്ണിൽ ചെളിയിലൊക്കെ കളിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടില്ല. ഒഴിവ് സമയങ്ങളിൽ പുറത്തുപോയി സ്വകാര്യമായി കളിക്കുവാൻ, അവരെ ഫ്രീ ആയിട്ട് വിടുവാൻ, അവർക്ക് ചാടാനും മറിയാനും ഓടാനും അവസരം കിട്ടണം. മറ്റു കുട്ടികളുമായി മിങ്കിൾ ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ കഴിയാൻ അവസരം കിട്ടണം. ഇല്ലെങ്കിൽ ഷെയറിങ് അവർ പഠിക്കില്ല. ചെറുപ്രായത്തിൽ അവർ സ്വാർത്ഥന്മാരായി തീരും. എന്തെങ്കിലും ഒരു വസ്തു, ഒരു ടോയ്സ് ഉണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല, അവൻ ഇതിൽ വാശി പിടിക്കും. അതേ സ്ഥാനത്ത് മിങ്കിൾ ചെയ്ത് പഠിക്കുമ്പോൾ, അവർ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ അവർ പഠിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ കരയുമ്പോൾ അതിനെ സ്വാന്തനപ്പെടുത്താൻ അവൻ പഠിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഇവന് ഉണ്ടാകുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. ഇല്ലാത്ത പക്ഷം അത് അവൻ്റെ ലൈഫിൽ, അവൻ്റെ പേഴ്സണാലിറ്റിയിൽ പ്രതികൂലമായുള്ള സാഹചര്യമാണ് ഉണ്ടായിത്തീരുക. പ്രവാസ ലോകത്തുള്ള ഫാമിലി അവർ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. TV, അതുപോലെ ടാബ്, മൊബൈല്, ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരുത്തുന്നതിന് പകരം അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ സ്പീച്ച്, അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇടയ്ക്ക് ഔട്ടിങ് ചെയ്യുക, അവിടെ പോയി കളിക്കാനും ഓടാനും ജീവിതത്തെ അനുഭവ പാഠത്തിലൂടെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. എങ്കിൽ കൃത്യമായ ഒരു ലൈഫ് നിങ്ങളുടെ പുതുതലമുറക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടായിത്തീരും. അത്തരത്തിലുള്ള ശ്രദ്ധ ഫാമിലികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.